നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം പ്രതിപാദിക്കുന്നത്. പലപ്പോഴും എൻ്റെ കയ്യിലെ ഈ ആമമോതിരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. ആമമോതിരം ധരിക്കുന്നതിന്റെ ഗുണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. നിരവധിയായിട്ടുള്ള എൻ്റെ വീഡിയോ കാണുന്നവരും എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആമമോതിരത്തെ കുറിച്ച് എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. ഇത് നേരത്തെ തന്നെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാണ് മറ്റ് ചില പ്രാധാന്യമുള്ള വീഡിയോകൾ ചെയ്യുന്നതിനായിട്ട് ഇത് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ പ്രാധാന്യത്തെ അറിയിക്കാം. നിങ്ങൾ ഒരു പക്ഷേ എൻ്റെ കയ്യിൽ സർപ്പാകൃതിയുള്ള മോതിരവും കണ്ടിട്ടുണ്ടാകാം. ഇതും ഒരു പ്രധാനപ്പെട്ട ശക്തി തന്നെയാണ്. ആ വിഷയത്തെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിപ്രധാനപ്പെട്ട ആമമോതിരം ധരിച്ചാലുള്ള ഗുണത്തെയാണ് പറയുന്നത്. ജീവിതത്തിൽ സ്ഥിരതയും സമൃദ്ധിയും ഒരുമിച്ച് ലഭിക്കാൻ ഒരു ചെറിയ മാറ്റം മതി, ഒരു ചെറിയ കാര്യം മതി. അതെ, അത് ആമമോതിരം തന്നെയാണ്. പഴമക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു രഹസ്യം ഇന്നും അത് പലരുടെയും ജീവിതത്തെ മാറ്റിമറിക്കുന്നു. ഇതിനെ നിസ്സാരമായി തൃണവൽക്കരിക്കാതിരിക്കുക. നമ്മളുടെ പൂർവികർ ചെയ്ത കാര്യങ്ങളിലെല്ലാം ഒരു ശാസ്ത്രീയത ഉണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആമയുടെ പ്രാധാന്യം എന്താണ് എന്ന് തന്നെ ചിന്തിക്കാം. ആമ ഹിന്ദു വിശ്വാസപ്രകാരം ഒരു സാധാരണ ജീവി മാത്രമല്ല, അതൊരു ദിവ്യ പ്രതീകമാണ്. മഹാവിഷ്ണുവിന്റെ കൂർമാവതാരം നിങ്ങൾക്കറിയാവുന്നതാണ്. സമുദ്ര മഥന സമയത്ത് ഭൂമിയെ താങ്ങി നിർത്തിയ ദൈവീക രൂപം. സമുദ്രമഥനത്തിനായി ഉപയോഗിച്ച മന്ദരപർവ്വതം താഴേക്ക് പതിച്ചപ്പോൾ അതിനെ താങ്ങി നിർത്തുകയുണ്ടായി. അങ്ങനെ ഭൂമിയെ തന്നെ താങ്ങി നിർത്തി എന്ന് പറയാം. സ്ഥിരതയും ക്ഷമയും ഇതിന്റെ പ്രാധാന്യമാണ്. ഇത് ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗുണമാണ്. ആമയുടെ സ്വഭാവം അനുസരിച്ച് ആമ സ്ഥിരമായിട്ടുള്ള ഒരു ജീവിയാണ്. ആമയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഈ ഭൂലോകത്തിലുള്ളത്. ആയുസ്സിന്റെ വർധനവിനും ഇതും സഹായിക്കും എന്നാണ് വിശ്വാസം. ക്ഷമയുടെ ഉദാഹരണമായിട്ടാണ് ആമയെ കരുതപ്പെടുന്നത്. ഇന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിക്കാനുള്ള ആമയുടെ കഴിവ് മറ്റൊരു ജീവിക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് ആമയ്ക്കുള്ളത്. ആമയുടെ ശിരസ്സും കൈകാലുകളും ഉൾപ്പെടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആമയ്ക്ക് ഉള്ളിലേക്ക് വലിക്കാൻ കഴിവുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ക്ഷമയുടെ ഉത്തമ ഉദാഹരണമായി ആമയെ കണക്കാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സ്വഭാവവും ക്ഷമ തന്നെയാണ്. അതോടൊപ്പം തന്നെ സമ്പത്തിന്റെ ദേവതയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ആമമോതിരം ധരിക്കുന്നതിലൂടെ ലഭിക്കുന്നു. അത് സമൃദ്ധിയുടെ സൂചകമായി കരുതപ്പെടുന്നു. കൂർമാവതാര ധാരിണം വിഷ്ണു ഭൂഭാരം സംഹരന്തം ച സ്ഥിരത സമ്പദ്ദാതാരം വന്ദേ ദേവജനാർദ്ദനം. ഇനി നമുക്ക് ആമമോതിരം ധരിച്ചാലുള്ള പ്രയോജനങ്ങളെ ഒന്ന് പരിശോധിക്കാം. ആമമോതിരം ധരിക്കുന്നത് വെറും ഒരു ആഭരണം എന്ന രീതിയിലായിരിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തെ ആകെപ്പാടെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ശക്തി സ്രോതസ്സാണ്. ഇതിന്റെ പ്രയോജനങ്ങൾ സാമ്പത്തിക വളർച്ച തന്നെയാണ്. ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ഇത് ധരിക്കുന്നത് സഹായകരമാണ്. രണ്ടാമത് സ്ഥിരതയും ശാന്തതയുമാണ്. ഇത് ധരിക്കുക വഴി മനസ്സിൽ ശാന്തതയും ജീവിതത്തിൽ സ്ഥിരതയും ലഭിക്കും. മൂന്നാമത്തേത് നെഗറ്റീവ് എനർജികളെ നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. വിപരീത ഊർജത്തിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. എല്ലാ തരത്തിലുള്ള ദൃഷ്ടിദോഷങ്ങളെയും അകറ്റാൻ ഇത് സഹായിക്കും. നാലാമത് വിജയവും ഭാഗ്യവും നൽകുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്നവരിലും തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കുമൊക്കെ ഇത് ഗുണപ്രദമാണ്. നിശ്ചലമായ ആമ പോലെ ജീവിതം നമുക്ക് നിലനിർത്താനാവട്ടെ. ലക്ഷ്മിയുടെ കൃപ പോലെ സമ്പത്ത് ഒഴുകിയെത്തട്ടെ. ഇനി നമുക്ക് ആമമോതിരം ധരിക്കേണ്ട ശരിയായ രീതിയെ ഒന്ന് പരിചയപ്പെടാം. ശരിയായ രീതിയിൽ ധരിച്ചാൽ മാത്രമേ ആമമോതിരത്തിന്റെ പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ. വെള്ളി അല്ലെങ്കിൽ സ്വർണത്തിൽ നിർമ്മിച്ച ആമമോതിരമാണ് ധരിക്കേണ്ടത്. പഞ്ചലോഹത്തിലും ധരിക്കാവുന്നതാണ്. വെള്ളിയിലും സ്വർണത്തിലുമാണ് ഏറ്റവും കൂടുതൽ ശുഭഫലം ലഭിക്കുന്നത്. ഇത് വ്യാഴാഴ്ച കാലത്താണ് ധരിക്കേണ്ടത്. വെള്ളിയാഴ്ച കാലത്തും ധരിക്കാവുന്നതാണ്. സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനുള്ളിൽ, അതാത് ദിവസത്തെ ആദ്യത്തെ കാലഹോര സമയത്ത് ധരിക്കുന്നത് ശുഭപ്രദമാണ്. അതിന് പ്രത്യേകിച്ച് നക്ഷത്രം അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല. വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ ധരിക്കാം. ആമയുടെ തല നമ്മളുടെ ശരീരത്തിലേക്ക് വരുന്ന രീതിയിൽ, അതായത് വിരലിന്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം ആമമോതിരം ധരിക്കേണ്ടത്. ഇത് വാലുഭാഗം, ഇത് തലഭാഗം. ഇതാണ് തലഭാഗം. അതായത് ആമയുടെ തല നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ കൈയുടെ തോളിലേക്ക് നോക്കുന്ന രീതിയിൽ ധരിക്കുക. ധരിക്കുന്നതിന് മുമ്പായിട്ട് ഗംഗാജലത്തിലോ ശുദ്ധമായ ജലത്തിലോ പനിനീരിലോ തീർത്ഥത്തിലോ ഇട്ടുവെച്ച് ശുദ്ധീകരിച്ചതിന് ശേഷം ധരിക്കുക. അതായത് ധരിക്കുന്നതിന് തലേ ദിവസം രാത്രിയിൽ ശുദ്ധജലത്തിൽ ഇട്ടുവെക്കുക. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് എടുത്ത് ധരിക്കുക. ഗംഗാജലമൊന്നും കിട്ടിയില്ലെങ്കിലും പുണ്യാഹമോ അതല്ലെങ്കിൽ നമ്മളുടെ
വീട്ടിലുള്ള ശുദ്ധജലത്തെ തീർത്ഥമായി സങ്കല്പിച്ചുകൊണ്ട് അതിൽ ഇട്ടുവയ്ക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമ. ഓം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമ. ഈ മന്ത്രം 11 പ്രാവശ്യം ജപിച്ചുകൊണ്ട് ധരിക്കുന്നത് ഉത്തമമാണ്. അതേപോലെ തന്നെ ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നത് ഫലപ്രദമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തകർന്ന അല്ലെങ്കിൽ കേടുപാടുകളുള്ള ആമമോതിരം ധരിക്കാതിരിക്കുക, അശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ധരിക്കാതിരിക്കുക. അതായത് പുലവാലായ്മകൾ ഉള്ളപ്പോഴും സ്ത്രീകൾക്ക് അശുദ്ധി ഉള്ളപ്പോഴും അത് ധരിക്കാതിരിക്കുക. എന്നാൽ ഒരിക്കൽ ധരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത്തരത്തിൽ അശുദ്ധി ഉള്ളപ്പോൾ ഇത് മാറ്റിവെക്കണമെന്നില്ല. അതായത് ആദ്യമായിട്ട് ധരിക്കരുത് എന്ന് മാത്രമാണ് പറഞ്ഞത്. ആമയുടെ ദിശ തെറ്റാതിരിക്കുക. ആമമോതിരം എന്നത് ഒരു ചെറിയ വിശ്വാസം മാത്രമായിരിക്കാം, പക്ഷേ അത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിന് സഹായകരമാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ഥിരതയും സമൃദ്ധിയും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ആമമോതിരം ധരിക്കുക. വിശ്വാസത്തോടു കൂടിയാകണം ധരിക്കേണ്ടത്. അതിനോടുള്ള ബഹുമാനം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ധരിക്കേണ്ടത്. അങ്ങനെ ധരിക്കുന്ന പക്ഷം ഫലം ഉറപ്പാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആത്മീയ അറിവുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ സ്ഥിരമായി കാണുക. നന്ദി, നമസ്കാരം, ശുഭദിനം.